ഹലോ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും എൻട്രിയുടെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം. സന്തോഷ് സേതുമാധവനാണ്. HSST പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ, HSST ഫിസിക്സ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഏറ്റവും കൂടുതൽ പേടിക്കുന്ന, കൺഫ്യൂസ്ഡ് ആവുന്ന ഒരു ടോപ്പിക്കാണ് ക്വാണ്ടം മെക്കാനിക്സ്. ഫിസിക്സ് പഠിക്കുന്ന എല്ലാവരും ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറഞ്ഞാൽ എന്തോ വലിയൊരു പ്രശ്നമായിട്ട് കരുതുന്നവരാണ്. നമുക്ക് HSST പരീക്ഷകൾക്കാണ് നമ്മൾ തയ്യാറെടുക്കുന്നത്. HSST ഫിസിക്സിന് മാത്രമല്ല, ക്വാണ്ടം മെക്കാനിക്സ് കെമിസ്ട്രിക്കും വേണം. ഈ ക്വാണ്ടം മെക്കാനിക്സ് ഫിസിക്സിൻ്റെ സ്വന്തമല്ല, ഇത് സയൻസിൽ മൊത്തം വരുന്നതാണ്. സയൻസിൻ്റെ തന്നെ ഒരു ഭാഗതയെ മാറ്റിമറിച്ച ഒരു കണ്ടുപിടുത്തമാണ് ക്വാണ്ടം മെക്കാനിക്സിലേക്കുള്ള വഴി എന്ന് പറയുന്നത്. നമ്മൾ പ്രത്യേകിച്ച് 20-ാം നൂറ്റാണ്ടിൽ ഐൻസ്റ്റീൻ്റെ കാലഘട്ടത്തിനൊപ്പം വളർന്നു വന്നതാണ് ക്വാണ്ടം മെക്കാനിക്സ്. ക്വാണ്ടം മെക്കാനിക്സിലെ കൺസെപ്റ്റുകൾ പലപ്പോഴും നമുക്ക് പിടിതരാത്ത കൺസെപ്റ്റുകളായിട്ട് അനുഭവപ്പെടാറുണ്ട്. നമുക്ക് പക്ഷേ HSST പരീക്ഷകൾക്ക് ഫിസിക്സിനും കെമിസ്ട്രിക്കും തയ്യാറെടുക്കുന്നവർക്ക് ക്വാണ്ടം മെക്കാനിക്സ് കൂടിയേ തീരൂ. അപ്പോൾ നമ്മൾ കടൽ പോലെ കിടക്കുന്ന ക്വാണ്ടം മെക്കാനിക്സ് മുഴുവൻ പഠിച്ചു തീർത്തിട്ടല്ല നമ്മൾ പരീക്ഷയ്ക്ക് പോകുന്നത്. നമുക്ക് എക്സാമിന് വരുന്നത് എങ്ങനെ എന്ന് അറിഞ്ഞു പഠിക്കണം. അതാണ് എൻട്രിയുടെ രീതി. എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് നമ്മൾ ഈ കൺസെപ്റ്റുകൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ക്വാണ്ടം മെക്കാനിക്സിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐഡിയ എന്ന് പറയുന്നത് നോബഡി നോസ് ക്വാണ്ടം മെക്കാനിക്സ്. ക്വാണ്ടം മെക്കാനിക്സ് ആർക്കും അറിയില്ല. ഇത് ഞാൻ പറഞ്ഞതല്ല, ക്വാണ്ടം മെക്കാനിക്സിനെ കുറിച്ച് വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു വാക്യമാണ്. ദ മോർ യു ട്രൈ ടു നോ അബൌട്ട് ക്വാണ്ടം മെക്കാനിക്സ്, ദ ലെസ് യു നോ അബൌട്ട് ക്വാണ്ടം മെക്കാനിക്സ്. നിങ്ങൾ അതിനെക്കുറിച്ച് അറിയാൻ ശ്രമിക്കും തോറും നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഏറ്റവും കുറച്ച് മാത്രമേ അറിയൂ എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ്. കാരണം ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ബേസ് തന്നെ പിടിതരില്ല എന്നുള്ളതാണ്. ക്വാണ്ടം മെക്കാനിക്സ് എവിടുന്നാണ് ഡെവലപ്പ് ചെയ്ത് വന്നത്? അൺസേർട്ടനിറ്റി പ്രിൻസിപ്പിളിൽ നിന്നാണ്. അൺസേർട്ടനിറ്റി എന്ന് പറഞ്ഞാൽ അനിശ്ചിതത്വം, ഒരു തീരുമാനമില്ല ഒന്നിനും, ഒരു തീരുമാനമില്ലാത്ത ഒരു പ്രിൻസിപ്പിൾ, അൺസേർട്ടനിറ്റി പ്രിൻസിപ്പിളിൻ്റെ ബേസിൽ പടുത്തുയർത്തിയ ക്വാണ്ടം മെക്കാനിക്സും അൺസേർട്ടൈൻ ആണ്. നമുക്കൊന്നും തീരുമാനിക്കാൻ പറ്റില്ല. നമുക്കൊരു ഓളത്തിൽ ഇങ്ങനെ പഠിച്ചു പോകാനേ പറ്റൂ ക്വാണ്ടം മെക്കാനിക്സ്. കാരണം ആ സയൻസിൻ്റെ ബ്രാഞ്ച് അത് അങ്ങനെയാണ്. കാരണം മനസ്സിലായാൽ പിന്നെ ക്വാണ്ടം മെക്കാനിക്സ് ഇല്ല. ക്വാണ്ടം മെക്കാനിക്സിനെ പിടികിട്ടിയാൽ, ഒരു ക്വാണ്ടം പാർട്ടിക്കിൾ എങ്ങനെ ചലിക്കുന്നു എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിഞ്ഞാൽ പിന്നെ ക്വാണ്ടം മെക്കാനിക്സ് ഇല്ല, അത് ക്ലാസിക്കൽ മെക്കാനിക്സ് ആയി. സെർട്ടനിറ്റി വന്നാൽ, ഒരു പാർട്ടിക്കിളിനെ നോക്കിയിട്ട് നീ ഇവിടെ നിൽക്ക്, നിൻ്റെ വേഗത ഇത്രയാണ്, നിൻ്റെ മൊമെൻറ്റം ഇത്രയാണെന്ന് തീർച്ചപ്പെടുത്തി നിശ്ചിതമായിട്ട് പറയാൻ പറ്റിയാൽ പിന്നെ ക്വാണ്ടം മെക്കാനിക്സ് ഇല്ല. അപ്പോൾ എന്താ ക്വാണ്ടം മെക്കാനിക്സ്? ക്വാണ്ടം പാർട്ടിക്കിൾസിൻ്റെ അനിശ്ചിതത്വത്തിൽ ഊന്നിയ ബ്രാഞ്ചാണ്, ശാസ്ത്രശാഖയാണ് ക്വാണ്ടം മെക്കാനിക്സ്. ഈ ഐഡിയ വെച്ച് വേണം നമ്മൾ ഈ കാര്യത്തിലേക്ക് കടക്കാൻ. ഓക്കെ, നമ്മൾ ഇന്ന് ക്വാണ്ടം മെക്കാനിക്സ് മുഴുവനായിട്ടൊന്നും സംസാരിക്കില്ല, അങ്ങനെ മുഴുവനായിട്ട് സംസാരിക്കാനും പറ്റില്ല. കുറച്ച് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതിലേക്കൊരു വാതിൽ തുറക്കൽ, ക്വാണ്ടം മെക്കാനിക്സിലേക്ക് ഒരു വാതിൽ തുറക്കുന്ന പരിപാടിയാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ബാക്കി ക്വാണ്ടം മെക്കാനിക്സ് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ കോഴ്സിൽ, HSST കോഴ്സിൽ നമ്മൾ ഒരുമിച്ച് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് വെച്ചാണ്, നമ്മൾ എക്സാമിനേഷനാണ് പ്രിപ്പയർ ചെയ്യുന്നത്. കഥകൾ പറഞ്ഞുകൊണ്ട് നമുക്ക് തിയറി എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഒരുപാട് കടൽ പോലെ പോയിട്ട് കാര്യമില്ല. ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ക്വസ്റ്റ്യൻസ് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ തിയറി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം ഒരു ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് നോക്കി എല്ലാവരും. വേണേൽ വീഡിയോ പോസ് ചെയ്തിട്ട് 2-3 തവണ വായിച്ചോളൂ, ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ നന്നായിട്ട് മനസ്സിലാവട്ടെ. വാട്ട് ഈസ് ഇറ്റ് കോൾഡ് വെൻ ആൻ ഓപ്പറേറ്റർ ആക്ട്സ് ഓൺ എ ഫംഗ്ഷൻ ആൻഡ് ദ സെയിം ഫംഗ്ഷൻ ഈസ് കോൾഡ് മൾട്ടിപ്പിൾ ടൈംസ്? ഒരു ഫംഗ്ഷൻ, ആ ഫംഗ്ഷനെ ഒരു ഓപ്പറേഷൻ ചെയ്യുന്നു ഓപ്പറേറ്റർ ഉപയോഗിച്ച്, അപ്പോൾ കിട്ടുന്ന ആൻസറിൽ ഈ ഫംഗ്ഷൻ വീണ്ടും വരുന്നു, ആവർത്തിച്ച് വരുന്നു, മൾട്ടിപ്പിൾ ടൈംസ്. വീണ്ടും വീണ്ടും ഓപ്പറേറ്റ് ചെയ്താൽ വീണ്ടും വരും. അപ്പോൾ ഈ ഫംഗ്ഷനെ പറയുന്ന പേരെന്ത്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതൊരു ഓപ്പണറാണ്, കൺസെപ്റ്റിലേക്കുള്ള ഓപ്പണറാണ്, അതുകൊണ്ടാണ് സിമ്പിൾ ക്വസ്റ്റ്യൻ. ആൻസർ അറിയാം, കുറേ പേർക്ക് ആൻസർ അറിയാം. നമ്മൾ HSST പരീക്ഷയ്ക്ക് വന്നത് ഡിഗ്രിയും PGയും കഴിഞ്ഞാണ്. അല്ല, ഡിഗ്രിയും PGയും ടീച്ചിങ് ക്വാളിഫിക്കേഷനും കഴിഞ്ഞാണ് ഞങ്ങൾ ഈ ഡ്രീം ജോബ് നേടാനുള്ള പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാത്ത ചോദ്യമാണോ ഇത്? എന്താ ആൻസർ വരുന്നത്? ദിസ് ഈസ് നത്തിങ് ബട്ട് എയ്ഗൻ ഫംഗ്ഷൻ. അല്ല, എയ്ഗൻ ഫംഗ്ഷൻ, ഈ ഫംഗ്ഷനെ പറയുന്ന പേരെന്താ? എയ്ഗൻ ഫംഗ്ഷൻ. അപ്പോൾ എന്താണ് ഈ പറയുന്ന കൺസെപ്റ്റ്? എന്താണ് ഈ പറയുന്ന സെയിം ഫംഗ്ഷൻ വിച്ച് റിപ്പീറ്റ്സ് മൾട്ടിപ്പിൾ ടൈംസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത് ഇതിൽ.
ഓക്കെ, അപ്പോൾ എയ്ഗൻ ഫംഗ്ഷൻ ആൻസർ അവിടെ നിൽക്കട്ടെ, അത് കാണാതെ പഠിക്കുന്ന ആൻസർ അല്ലേ നമ്മൾ പലപ്പോഴും. എയ്ഗൻ ഫംഗ്ഷൻ, എയ്ഗൻ വാല്യൂ, ഇതാണ് അതാണ്. എന്താണ് ഈ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വാട്ട് ഈസ് ദിസ് എയ്ഗൻ ഫംഗ്ഷൻ ആക്ച്വലി? ക്വാണ്ടം മെക്കാനിക്സിൽ എവിടെയാണ് ഈ ഫംഗ്ഷൻ്റെ ആവശ്യം? പാർട്ടിക്കിൾസിൻ്റെ ചലനം, പാർട്ടിക്കിൾസിൻ്റെ ചലനത്തെക്കുറിച്ച് പറയണം. ക്വാണ്ടം മെക്കാനിക്സിലെ പാർട്ടിക്കിൾ ക്വാണ്ടം പാർട്ടിക്കിളാണ്. ഇലക്ട്രോണിനെ പോലെ പിടിതരാത്ത അതിസൂക്ഷ്മമായ അതിവേഗതയിൽ ചലിക്കുന്ന, ഫോട്ടോണിൻ്റെയൊക്കെ വേഗതയിൽ ചലിക്കുന്ന ക്വാണ്ടം പാർട്ടിക്കിൾസ്. പിടിതരില്ല എന്ന് പറഞ്ഞാൽ ഇവരുടെ മൊമെൻറ്റവും പൊസിഷനും ഒരേ സമയം സൈമൾട്ടേനിയസ്ലി പറയാൻ പറ്റില്ല എന്നാണ് ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിൽ പറഞ്ഞത്. അത്തരത്തിലുള്ള ഒരു പാർട്ടിക്കിളിൻ്റെ ചലനത്തെ ഡിഫൈൻ ചെയ്യണം. അതിന് മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ഉപയോഗിക്കണം. ചലനത്തെ ഡിഫൈൻ ചെയ്യാൻ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ഉപയോഗിക്കാൻ നമുക്കറിയാം. എങ്ങനെയാണെന്നറിയോ? നമ്മൾ പലതരത്തിലുള്ള ചലനം, ഇപ്പോൾ ഇതാ ഇങ്ങനെ ഒരു ചലനം നോക്കിയേ, ഇത് ഒരു വസ്തുവിൻ്റെ ചലന, നേർരേഖാ ചലനം എന്ന് പറയും നമ്മൾ. നേർരേഖാ ചലനം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിടത്ത് ടൈമും ഒരിടത്ത് നമ്മൾ പൊസിഷനും എടുത്തു കഴിഞ്ഞാൽ ഇതിനെ മാത്തമാറ്റിക്കലി നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് പറ്റും. എങ്ങനെയാണ് നമ്മളിത് റെപ്രസെൻ്റ് ചെയ്യുക? എഫ് ഓഫ് ടി ക്യാൻ ബി ഡിഫൈൻഡ് ഇൻ എക്സ്, ഇങ്ങനെ നമുക്ക് എഴുതാം അല്ലേ? നമ്മൾ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ് എഴുതുന്ന സമയത്ത് y ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് മാത്തമാറ്റിക്കൽ ഇക്വേഷൻ എഴുതും. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, ഇങ്ങനെയൊക്കെ നമ്മൾ ഫംഗ്ഷൻ എഴുതും. ഇതിൻ്റെയൊക്കെ മീനിങ് എന്താണ്? ഈ വലത് സൈഡിൽ കിടക്കുന്ന ഫോർമുല ഒരു ഫംഗ്ഷനാണ്. നമുക്ക് ഇതിൽ വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പുറത്ത് നമുക്കൊരു ആൻസർ കിട്ടും, ഫംഗ്ഷൻ നമുക്ക് കിട്ടും. അത് വെച്ച് നമുക്ക് ആ പാർട്ടിക്കിളിൻ്റെ ചലനം, അതിൻ്റെ പാത്തൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? ഈ y ഈസ് ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ചലനമാണിത്. y ഈസ് ഈക്വൽ ടു എക്സ്, ഇവിടെ നമ്മൾ വൈയും ഇവിടെ എക്സും എടുത്തു കഴിഞ്ഞാൽ y ഈസ് ഈക്വൽ ടു എക്സ് ആവുന്ന കണ്ടീഷനിലുള്ള ചലനമാണ് ഇത്. അതേസമയം നമ്മളിതാ ഇങ്ങനെ ഗ്രാഫ് വരച്ച് പഠിച്ചിട്ടുണ്ട്, ഇതാ ഇങ്ങനെ വളഞ്ഞു പോവും. ഇതെന്താ? y ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ചലനമാണ് ഇത്. ശരിയല്ലേ? y ഈസ് ഈക്വൽ ടു എക്സ് ആണ് ഇത്, y ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണ് ഇത്. ഇനി പല ഷേപ്പിൽ, പാരാബോള ഷേപ്പ്, ഹൈപ്പർബോള ഷേപ്പ്, സിലിണ്ട്രിക്കൽ ഷേപ്പ് അല്ലെ, എലിപ്സ് ഷേപ്പ്, ആ ഷേപ്പിനൊക്കെ നമ്മൾ ഇങ്ങനെ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ എഴുതി ശീലിച്ചിട്ടുണ്ട്. y ഈസ് ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ്, y ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. ആ പാർട്ടിക്കിൾസിൻ്റെ പല ഷേപ്പിലുള്ള ചലനത്തെ പറയാൻ നമുക്ക് ഈ ഫംഗ്ഷൻസ് മതി. കാരണം അത് സിമ്പിൾ ചലനമാണ്, കണ്ടുകൊണ്ട് കാണാൻ പറ്റുന്ന വസ്തുക്കളുടെ ചലനമാണ്. ക്വാണ്ടം പാർട്ടിക്കിൾ അങ്ങനെയല്ല, പിടിതരാത്ത പാർട്ടിക്കിളാണ്. ആ പിടിതരാത്ത പാർട്ടിക്കിളിൻ്റെ ചലനത്തെ ഡിഫൈൻ ചെയ്യാൻ നമുക്കൊരു ഫംഗ്ഷൻ വേണം. ആ ഫംഗ്ഷനാണ് ഇത്. തൃശൂലം പോലെ ഇരിക്കുന്ന ഈ പുള്ളിക്കാരൻ സൈ എന്ന് വായിക്കും. എന്താണിത്? വേവ് ഫംഗ്ഷൻ. വേവ് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. ക്വാണ്ടം പാർട്ടിക്കിളിൻ്റെ ചലനം വേവ് ഫംഗ്ഷനാണ്. ഇതേപോലെ എക്സ് പോലെ എക്സ് സ്ക്വയർ പോലെ സം ഫംഗ്ഷൻ, ഈ ഫംഗ്ഷനകത്ത് ആ പാർട്ടിക്കിളിൻ്റെ ചലനത്തെക്കുറിച്ചുള്ള ഡാറ്റ അടങ്ങിയിരിക്കുന്നു. അതിൻ്റെ പൊസിഷൻ, അതിൻ്റെ വെലോസിറ്റി, അതിൻ്റെ മൊമെൻറ്റം, ആ ഡാറ്റ അടങ്ങിയ ഫംഗ്ഷനാണ് സൈ എന്ന് പറഞ്ഞാണ് ക്വാണ്ടം മെക്കാനിക്സ് തുടങ്ങേണ്ടത്. ഐഡിയ മനസ്സിലായോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ ഫംഗ്ഷൻ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ആ ഫംഗ്ഷനിൽ നിന്ന് ആ ഫംഗ്ഷനെ ഓപ്പറേറ്റ് ചെയ്ത് സം മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ചെയ്ത് ആ ഫംഗ്ഷനിൽ നിന്ന് നമ്മൾ ചില ഔട്ട്പുട്ട് എടുക്കണം. ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ആ പാത്തിൻ്റെ ഷേപ്പ് എന്ത്, ഇതാണ് ഒരു പ്രധാനപ്പെട്ട ഔട്ട്പുട്ട്. അത് ആ വസ്തു ചലിക്കുന്നുണ്ടല്ലോ, ആ ചലിക്കുന്ന പാത്തിൻ്റെ ഷേപ്പ് എന്ത്? സ്ട്രെയിറ്റ് ലൈൻ ആണോ, സ്പെറിക്കൽ ആണോ, ഡബിൾ ഡംബലാണോ? ഈ ഷേപ്പൊക്കെ കേട്ടിട്ടുണ്ടോ? എവിടെ? ഹൈഡ്രജൻ ആറ്റത്തെക്കുറിച്ച് നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ S-P-D ഓർബിറ്റലുകളുടെ ഷേപ്പ് പറയും. സ്പെറിക്കൽ ഷേപ്പ്, ഡംബൽ ഷേപ്പ് എന്നൊക്കെ പറയും. ആ ഷേപ്പൊക്കെ ഈ ഫംഗ്ഷനിൽ നിന്ന് ആണ് ഈ ഫംഗ്ഷനെ ഓപ്പറേറ്റ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഈ ഓപ്പറേറ്റ് ചെയ്യുക, മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ പേടിക്കേണ്ട കാര്യമില്ല. നമുക്ക് പല പരിചയമുള്ള ഓപ്പറേഷൻ ഉണ്ട്. അതിലൊരെണ്ണമാണ് d/dx. d/dx എന്ന് പറയുന്ന ഓപ്പറേഷൻ എന്താ? ഡെറിവേഷൻ, ഡിഫറൻഷിയേഷൻ. ഇപ്പോൾ അതാ ഈ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസിനെ d/dx ചെയ്യാം, d/dx ഓഫ് എക്സ് ചെയ്യാം, d/dx ഓഫ് എക്സ് സ്ക്വയർ ചെയ്യാം. d/dx ഓഫ് എക്സ് 1 ആണ്, d/dx ഓഫ് എക്സ് സ്ക്വയർ 2x ആണ്. ഇത് ഡെറിവേഷനാണ്, മാത്തമാറ്റിക്കൽ ഡിഫറൻഷിയേഷനാണ്. ഇറ്റ്സ് ആൻ ഓപ്പറേഷൻ. സോ ദിസ് ഈസ് ആൻ ഓപ്പറേറ്റർ. d/dx ഈസ് ആൻ ഓപ്പറേറ്റർ. സിമിലർലി ഇൻ്റഗ്രേഷൻ ഇല്ലേ, ഇൻ്റഗ്രേഷൻ ഒരു മാത്തമാറ്റിക്കൽ ഓപ്പറേഷനാണ്. ഇൻ്റഗ്രൽ എക്സ് ഡി എക്സ്, ഇതിൽ ഇൻ്റഗ്രൽ ഡി എക്സ് എന്ന് പറയുന്ന ഭാഗം എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനെ ഓപ്പറേറ്റ് ചെയ്യുക. ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ഡി എക്സ്, എക്സ് സ്ക്വയറിനെ ഓപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ ഇൻ്റഗ്രേഷൻ ഒരു മാത്തമാറ്റിക്കൽ ഓപ്പറേഷനാണ്. അതുപോലെ ഒരു ഓപ്പറേറ്റർ ആരാ? എച്ച് ക്യാപ്പ്. സൈയെ ഓപ്പറേറ്റ് ചെയ്യുന്നത് ആരാ? ഈ ഓപ്പറേറ്റർ, മാത്തമാറ്റിക്കൽ ഓപ്പറേറ്റർ.
ഓപ്പറേറ്ററിൻ്റെ പേര് നമുക്കൊക്കെ അറിയാം, ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ. സോ എച്ച് സൈ എന്നല്ലേ വായിക്കുന്നത്? എച്ച് സൈ, എച്ച് ഇൻറ്റു സൈ അല്ല. എച്ച് സൈ എച്ച് ഇൻറ്റു സൈ അല്ല, എച്ച് ഓൺ സൈ ആണ്. എച്ച് ഓപ്പറേറ്റ്സ് ഓൺ സൈ. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ്, ഡി ബൈ ഡി എക്സ് ഇൻറ്റു എക്സ് അല്ലല്ലോ, ഡെറിവേറ്റീവ് ഓഫ് എക്സ് അല്ലേ? അതുപോലെ എച്ച് സൈ എന്ന് പറഞ്ഞാൽ എന്തല്ല, എച്ച് ഇൻറ്റു സൈ അല്ല എന്ന ബേസിക് ഐഡിയ. അവിടുന്നാണ് ഒരു റിസൾട്ട് വരണ്ടേ, എച്ച് സൈയുടെ റിസൾട്ട് വരണ്ടേ. എച്ച് സൈ ഈസ് ഈക്വൽ ടു ഇ സൈ, എച്ച് സൈ ഈസ് ഈക്വൽ ടു ഇ സൈ, ഇതാ റിസൾട്ട്. അതായത് സൈ എന്ന് പറയുന്ന ഫംഗ്ഷനെ എച്ച് എന്ന് പറയുന്ന ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ വെച്ച് ഓപ്പറേറ്റ് ചെയ്താൽ കിട്ടുന്ന റിസൾട്ട് ഇ ഇൻറ്റു സൈ. അതായത് ഈ ഓപ്പറേറ്റ് ചെയ്തപ്പോൾ ഈ ഫംഗ്ഷൻ പുനർജനിച്ചു, സൈയിൽ ഓപ്പറേറ്റ് ചെയ്തപ്പോൾ ഈ ഫംഗ്ഷൻ ഇവിടെ പുനർജനിച്ചു. അതായത് ഏതെങ്കിലും ഒരു മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ഒരു ഫംഗ്ഷനിൽ ചെയ്താൽ അതിൻ്റെ റിസൾട്ടിൽ ആ ഫംഗ്ഷൻ വീണ്ടും വരുന്നുവെങ്കിൽ ആ ഫംഗ്ഷനെ വിളിക്കുന്ന പേരാണ് എയ്ഗൻ ഫംഗ്ഷൻ. ദാറ്റ് ഈസ് അവർ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ഇറ്റ് കോൾഡ് വെൻ ആൻ ഓപ്പറേറ്റർ ആക്ട്സ് ഓൺ എ ഫംഗ്ഷൻ ആൻഡ് ദ സെയിം ഫംഗ്ഷൻ കോൾഡ് മൾട്ടിപ്പിൾ ടൈംസ്? ഐഡിയ മനസ്സിലായോ? അപ്പോൾ എച്ച് എസ് ഐ ഈക്വൽ ടു ഇ സൈ മനസ്സിലാക്കാനാണ് ഈ എയ്ഗൻ ഫംഗ്ഷൻ എയ്ഗൻ വാല്യൂ പഠിക്കുന്നത്. പക്ഷേ എച്ച് എസ് ഐ ഈക്വൽ ടു ഇ സൈ മാത്രമല്ല എയ്ഗൻ ഫംഗ്ഷനും എയ്ഗൻ വാല്യൂ. സൈ മാത്രമല്ല എയ്ഗൻ ഫംഗ്ഷൻ. സൈ എയ്ഗൻ ഫംഗ്ഷൻ ആവുന്നത് എപ്പോഴാണ്? എച്ച് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ സൈ റീപ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നതുകൊണ്ടാണ്. ഓക്കെ, ഐഡിയ മനസ്സിലായോ? എങ്കിൽ ഇത് ഓപ്പറേറ്റർ, എച്ച് ഓപ്പറേറ്റർ, സൈ എയ്ഗൻ ഫംഗ്ഷൻ, ഈ ആരാ? ഈ ഈസ് എയ്ഗൻ വാല്യൂ. ഈ എയ്ഗൻ വാല്യൂ ആണ്. സൈ എയ്ഗൻ ഫംഗ്ഷൻ ആണ്. എച്ച് ഓപ്പറേറ്റർ ആണെങ്കിൽ ഈ സൈയുടെ കൂടെയുള്ള കോൺസ്റ്റൻറ്റ്, ദിസ് വിൽ ബി എ കോൺസ്റ്റൻറ്റ്, ഫിക്സഡ് ഒരു വാല്യൂ ഉണ്ടാവും. എനർജിയാണത്, ഇ ഫോർ എനർജി. എനർജി ഈസ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി, മെഷറബിൾ ഫിസിക്കൽ ക്വാണ്ടിറ്റി, അളന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന എനർജി. ആ എനർജി ഇൻറ്റു സൈ, ദാറ്റ് എനർജി ഈസ് കോൾഡ് എയ്ഗൻ വാല്യൂ. അഥവാ നമ്മൾ റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ്റെ കൂടെയുള്ള ടേമിനെ പറയുന്ന പേരാണ് എയ്ഗൻ വാല്യൂ. ഐഡിയ ക്ലിയർ ആയോ? ഇവിടുന്ന് തുടങ്ങണം ക്വാണ്ടം മെക്കാനിക്സ്. ക്വാണ്ടം പാർട്ടിക്കിളിനെ ഡിഫൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന മാത്തമാറ്റിക്കൽ ഫംഗ്ഷനെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാൻ പോകുന്നത് എന്തിന്? ആ പാർട്ടിക്കിളിൻ്റെ ചലനത്തെക്കുറിച്ചുള്ള രൂപരേഖ തയ്യാറാക്കാൻ, ഗ്രാഫ് തയ്യാറാക്കാൻ. അതിനുവേണ്ടി ഓപ്പറേറ്റ് ചെയ്യുന്ന ഓപ്പറേറ്റർ ഏത്? എച്ച്. ഇനി ആ എച്ച് എന്ത് എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണേ. ഇത് ഒരു ക്വസ്റ്റ്യൻ വെച്ച് നമ്മൾ തുടങ്ങിയതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് എയ്ഗൻ വാല്യൂ റെപ്രസെൻറ്റ്? ഇപ്പോൾ നമ്മൾ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായി? എയ്ഗൻ വാല്യൂ ഇ അല്ലേ? എയ്ഗൻ വാല്യൂ ആ ഇക്വേഷനിൽ എച്ച് ഐ ഈക്വൽ ടു ഇ സൈയിലാണ് ഇ. ജനറലി വാട്ട് ഈസ് എയ്ഗൻ വാല്യൂ? എയ്ഗൻ ഫംഗ്ഷൻ്റെ കൂടെ കിട്ടുമ്പോൾ അതിൻ്റെ കൂടെ വരുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി, എ മെഷറബിൾ ഫിസിക്കൽ വാല്യൂ. അത് ഈ ഇക്വേഷനിൽ എനർജി ആണെന്നേ ഉള്ളൂ. ഈ ഇക്വേഷൻ ഏതാ? ഷ്രോഡിഞ്ചർ ഇക്വേഷൻ. വാട്ട് ഈസ് ദിസ് ഇക്വേഷൻ? ഷ്രോഡിഞ്ചർ ഇക്വേഷൻ അല്ലെ? വായിക്കൊള്ളാത്തൊരു പേരും പഠിച്ചാൽ മനസ്സിലാവാത്തൊരു കൺസെപ്റ്റുമായിരുന്നു ഇത് പണ്ട് നമുക്ക്. ഇനി അങ്ങനെ ആവരുത്. എച്ച് സൈ ഈസ് ഈക്വൽ ടു ഇ സൈയിൽ ഇ എന്താണ്? വിച്ച് ഈസ് എ മെഷറബിൾ ഫിസിക്കൽ വാല്യൂ. വേറൊരു എയ്ഗൻ ഫംഗ്ഷൻ എയ്ഗൻ വാല്യൂ ഇക്വേഷൻ വരുമ്പോൾ അവിടുത്തെ വാല്യൂ മാറും. ഇ മാറി വേറൊരാൾ വരും. അപ്പോഴും അതെന്തായിരിക്കും? ഒരു മെഷറബിൾ ഫിസിക്കൽ വാല്യൂ ആയിരിക്കും. ഓക്കെ അല്ലേ? ശരി, കമ്മിങ് ടു ദിസ്, എയ്ഗൻ ഫംഗ്ഷൻ can be constant, complex or real, only imaginary. എയ്ഗൻ ഫംഗ്ഷൻ സൈ എന്തായിരിക്കും? സൈ എന്ന് പറയുന്ന എയ്ഗൻ ഫംഗ്ഷൻ അല്ല, ഇതല്ലേ എയ്ഗൻ ഫംഗ്ഷൻ? കോംപ്ലക്സ് ഫംഗ്ഷൻ ആണോ? റിയൽ ഫംഗ്ഷൻ ആണോ? ഇമാജിനറി ഫംഗ്ഷൻ. റിയലും ഇമാജിനറിയും ചേർന്നതാണ്, റിയൽ ടേമും ഇമാജിനറി ടേമും ചേർന്നതാണ് കോംപ്ലക്സ്. ഇപ്പോൾ കോംപ്ലക്സ് ഓർ റിയൽ ആവുമോ, വെറും റിയൽ ആവുമോ, വെറും ഇമാജിനറി ആവുമോ എന്ന് ചോദിച്ചാൽ ഈ ഫംഗ്ഷൻ കോംപ്ലക്സ് ഓർ റിയൽ ആവും. റിയൽ ആവാം, അല്ലെങ്കിൽ കോംപ്ലക്സ് ആവാം. ഇമാജിനറി കൂടെ ചേരും, എന്നിട്ട് കോംപ്ലക്സ് ആവാം. ഐഡിയ മനസ്സിലായോ? അതായത് ആ പാർട്ടിക്കിളിൻ്റെ ചലനം എന്ന് പറയുന്നത് അത്ര കോംപ്ലിക്കേറ്റഡാണ്. അവിടെ റിയൽ ടേം മാത്രം ഉപയോഗിച്ചാലൊന്നും പണി നടക്കില്ല ചിലപ്പോൾ. ഓക്കെ, അവിടെ ഇമാജിനറി ടേം ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഈ ക്വാണ്ടം മെക്കാനിക്സ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമ്മളൊരു പെട്ടി ഉപയോഗിക്കും. പെട്ടി, പാർട്ടിക്കിൾ ഇൻ എ ബോക്സ് കേട്ടിട്ടുണ്ടോ? പാർട്ടിക്കിൾ ഇൻ എ ബോക്സ്.
ഇതിനകത്തേക്ക് ഒരു പാർട്ടിക്കിളിനെ ഇട്ടിട്ട് ഇവിടം മുതൽ ഇവിടം വരെ ചലിച്ചോളാൻ പറയും. ഒരറ്റം മുതൽ, ഒരറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലെങ്ത്ത് L = 0, ഇത് L അറ്റത്ത്, എല്ലിൽ നിന്ന് L0യിൽ നിന്ന് Lലേക്ക്, X0യിൽ നിന്ന് Xലേക്ക് എന്തും പറയാം, ഈ അറ്റത്തു നിന്ന് ആ അറ്റത്തേക്ക് ലീനിയർ മോഷൻ, പാർട്ടിക്കിൾ ഇൻ എ ബോക്സ്. എന്നിട്ട് ചലിച്ചോളാൻ പറയും. ചലിച്ചോളാൻ പറയുമ്പോൾ ഇതിങ്ങനെ ചലിച്ചത് ഇവിടെ കാണപ്പെടാം, ഇവിടെ കാണപ്പെടാം, ഇവിടെ കാണപ്പെടാം, അല്ലേ? ഇത് ഈ പാർട്ടിക്കിൾ ഈ സ്ട്രെയിറ്റ് ലൈനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുമ്പോൾ പാർട്ടിക്കിൾ എവിടെ എന്ന് ചോദിച്ചതിന് ഉത്തരം എന്താ? പാർട്ടിക്കിൾ ക്യാൻ ബി ഫൗണ്ട് എനിവേർ ഇൻസൈഡ്. ഇവിടെ കാണാം, ഇവിടെ കാണാം, ഇവിടെ കാണാം. എന്നിട്ട് നമ്മൾ അത് ഡിറൈവ് ചെയ്തിട്ട് കാണാൻ കൂടുതൽ സാധ്യത എവിടെ എന്ന് കണ്ടുപിടിക്കും. അപ്പോൾ നമ്മൾ ചിലപ്പോൾ പറയും സെൻറ്ററിൽ, ഇവിടെയാണ് സാധ്യത കൂടുതൽ. അല്ലെങ്കിൽ പറയും ഒന്നെങ്കിൽ ഇവിടെ അല്ലെങ്കിൽ ഇവിടെ, ഇങ്ങനെ പറയും. ഇതാണ് പാർട്ടിക്കിൾ ഇൻ എ ബോക്സ് പ്രോബ്ലം. അത് നമ്മൾ വിശദമായിട്ട് പിന്നീട് സംസാരിക്കാം. ഞാനിത് പറഞ്ഞത് ഈ ചലനം, ഈ സ്ട്രെയിറ്റ് ലൈനിലുള്ള ചലനം നമുക്ക് ഇതിനകത്ത് റിയൽ ടേംസ് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അവിടെ ഇമാജിനറി പാർട്ടൊന്നും വരില്ല. നമ്മുടെ ക്വാണ്ടം പാർട്ടിക്കിൾ ഇൻ എ ബോക്സിലെ പാർട്ടിക്കിൾ ആണെങ്കിൽ, സിമ്പിൾ പാർട്ടിക്കിൾ, ഒരു പ്രശ്നവുമില്ല, റിയൽ ടേംസ് മതി സൈ എക്സ്പ്ലെയിൻ ചെയ്യാൻ. എന്നാൽ നമ്മുടെ ക്വാണ്ടം പാർട്ടിക്കിൾ ഹൈഡ്രജൻ്റെ ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുന്ന ഇലക്ട്രോൺ ആണെങ്കിലോ, ഇങ്ങനെ കറങ്ങുക എന്നൊന്നും പറഞ്ഞുകൂടാ ഇപ്പോൾ, കാരണം വട്ടത്തിലൊന്നുമല്ല കറങ്ങുന്നത്. ആ ഇലക്ട്രോൺ ആണെങ്കിൽ ആ ഇലക്ട്രോണിൻ്റെ ചലനം പറയാൻ റിയൽ ടേംസ് പോരാ, കോംപ്ലക്സ് ടേം വേണം, ഇമാജിനറി ടേം വേണം. ഓക്കെ, നമ്മൾ ഹൈഡ്രജൻ്റെ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഡിറൈവ് ചെയ്തിട്ട് SPDF ഷെല്ലുകൾ ഷെയ്പ്പ് പറയുന്ന ഒരു സെഷൻ നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനലിൽ തന്നെ, എൻ്റെ തന്നെ ഒരു തമ്പനയിൽ ഫോട്ടോയൊക്കെ വെച്ച് നല്ലൊരു സെഷൻ കിടക്കുന്നുണ്ട്. ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഫോർ ഹൈഡ്രജൻ ആറ്റം, അതൊന്ന് കണ്ടു നോക്കുക. അതിനകത്ത് നമ്മൾ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഈ ഇലക്ട്രോണിൻ്റെ ചലനത്തിൻ്റെ സൈ ഫംഗ്ഷൻ പറയുന്നുണ്ട്. നീളത്തിലുള്ള, അത് പഠിക്കാനൊന്നും, കാണാതെ പഠിക്കുകയൊന്നും വേണ്ട, മനസ്സിലാക്കാനേ ഉള്ളൂ. ആ ഫംഗ്ഷൻ സൈ ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എഴുതുന്നുണ്ട്. എഴുതുമ്പോൾ നീളത്തിലൊരു ഇക്വേഷനാണ്. അതിനകത്ത് റിയൽ ടേംസും വരുന്നുണ്ട്, ഇമാജിനറി ടേംസും വരുന്നുണ്ട്. എങ്ങനെ ഇമാജിനറി ടേം തിരിച്ചറിയുക? ഐ ഉണ്ടാവും. ഐ എന്താ? √(-1) അല്ലേ? മാത്സിൽ പഠിച്ചതാ. ഈ പുള്ളി ഉണ്ടാവും. ഈ പുള്ളി ഉണ്ടെങ്കിൽ അത് ഇമാജിനറി ടേമാണ്. ഓക്കെ അല്ലേ? അപ്പോൾ രണ്ടും കൂടെ ചേർന്നതാണ് സൈ. ചില പാർട്ടിക്കിൾസിനെയൊക്കെ പറയാൻ റിയൽ ടേം മതി, പക്ഷേ ഇലക്ട്രോൺസിനെ പോലെയൊക്കെ ഉള്ളവരെ പറയാൻ കോംപ്ലക്സ് ടേമും കൂടെ വേണം എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ സൈയെക്കുറിച്ചുള്ള, ഫംഗ്ഷനെക്കുറിച്ചുള്ള നമ്മുടെ ഐഡിയ എങ്ങനെ കൂടിക്കൂടി വരുവാണ്, അല്ലേ? എന്താണ് സൈ? ആ ചലനത്തെ ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷൻ, എങ്ങനെയൊക്കെയാണ് സൈ, കോംപ്ലക്സ് ഓർ റിയൽ, എന്താണ് സൈ, എയ്ഗൻ ഫംഗ്ഷൻ. ഓക്കെ അല്ലേ? ശരി, മുന്നോട്ട് പോകുമ്പോൾ ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഷോസ് ദ എയ്ഗൻ വാല്യൂ എയ്ഗൻ ഫംഗ്ഷൻ റിലേഷൻഷിപ്പ്? സിമ്പിൾ ക്വസ്റ്റ്യൻ. നോക്കൂ ഇതിലേതാണ് എയ്ഗൻ വാല്യൂ എയ്ഗൻ ഫംഗ്ഷൻ റിലേഷൻഷിപ്പ്? H(psi)² തന്നാൽ എയ്ഗൻ വാല്യൂ എയ്ഗൻ ഫംഗ്ഷൻ അല്ല. കാരണം സൈ അല്ല റീപ്രൊഡ്യൂസ് ആവുന്നത്, ψ². അപ്പോൾ നമ്മൾ പറഞ്ഞതല്ല. H(psi) = E(psi). ഓക്കെ ആണ്, കാരണം ഇതാണ് ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സൈയെ H കൊണ്ട് ഓപ്പറേറ്റ് ചെയ്തപ്പോൾ E(psi) കിട്ടി. സൈ റീപ്രൊഡ്യൂസ് ആയി. വിത്ത് കൂടെ ഉള്ളത് എന്താ? കൂടെ ഉള്ളത് ഒരു കോൺസ്റ്റൻ്റാണ്. ഓക്കെ, ഇവിടെ എന്തുകൊണ്ടാണ് നമ്മൾ സൈ റീപ്രൊഡ്യൂസ് ആയി എന്ന് പറയാത്തത്? ഇത് സൈ ഇൻറ്റു സൈയാ. സൈയുടെ കൂടെയുള്ളത് കോൺസ്റ്റൻ്റ് അല്ല, വീണ്ടും ഫംഗ്ഷനാണ്. അപ്പോൾ അത് എന്തല്ല? എയ്ഗൻ വാല്യൂ എയ്ഗൻ ഫംഗ്ഷൻ അല്ല. സൈ = sin(x) വരൂല. സൈ = a+b വരില്ല, റീപ്രൊഡ്യൂസ് ആവുന്നില്ല. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് എയ്ഗൻ വാല്യൂ എയ്ഗൻ ഫംഗ്ഷൻ റിലേഷൻഷിപ്പ്, യാതൊരു സംശയവുമില്ല. യെസ്, അഗെയിൻ അനദർ ക്വസ്റ്റ്യൻ. വാട്ട് ഡസ് ദ ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ റെപ്രസെൻറ്റ് ഇൻ ദ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ? ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ ഷ്രോഡിഞ്ചർ ഇക്വേഷനിൽ എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു എന്നാണ് ചോദ്യം. ആരാ? H ഓപ്പറേറ്റ്സ് ഓൺ സൈ. എന്ത് ഓപ്പറേഷനാണ് ചെയ്യുന്നത്? എനർജി ഓപ്പറേഷൻ. ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ ഈസ് ആൻ എനർജി ഓപ്പറേറ്റർ. ഹാമിൽട്ടോണിയൻ ക്ലാസിക്കൽ മെക്കാനിക്സിൽ ഹാമിൽട്ടോണിയൻ ഈസ് ഡിഫൈൻഡ് ആസ് T+V. വാട്ട് ഈസ് ദിസ്? T+V ഇങ്ങനെ പഠിച്ചിട്ടില്ലേ നമ്മൾ? ഏതാ നമ്മളെവിടെ പഠിക്കുന്നത്? ഈ ന്യൂട്ടോണിയൻ മെക്കാനിക്സ്, ഹാമിൽട്ടോണിയൻ മെക്കാനിക്സ്, ലഗ്രാഞ്ചിയൻ മെക്കാനിക്സ്, ക്ലാസിക്കൽ ഫിസിക്സിൻ്റെ ഭാഗമാണ്. അവിടെയുള്ള ഹാമിൽട്ടോണിയൻ ഫംഗ്ഷൻ എന്താ? T+P. വാട്ട് ഈസ് T+V? T ഫോർ കൈനറ്റിക് എനർജി, അവിടുത്തെ T കൈനറ്റിക് എനർജിയാണ്. V ഫോർ പൊട്ടൻഷ്യൽ എനർജി. കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ചേർന്ന ടോട്ടൽ മെക്കാനിക്കൽ എനർജി, ചലിക്കുന്ന പാർട്ടിക്കിൾസിൻ്റെ എനർജിയാണ് ടോട്ടൽ മെക്കാനിക്കൽ എനർജി. ടോട്ടൽ എനർജി
സോ ഹാമിൽട്ടോണിയൻ ഈസ് നത്തിങ് ബട്ട് ടോട്ടൽ എനർജി. ഹാമിൽട്ടോണിയൻ ഈസ് ടോട്ടൽ എനർജി. അപ്പോൾ ഹാമിൽട്ടോണിയനെ നമ്മളിങ്ങനെ ഇഴകേറി പരിശോധിക്കുക, എന്താണ് ഈ സംഗതി. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ഹാമിൽട്ടോണിയൻ നമ്മളിപ്പോൾ പറഞ്ഞു ഏതാ, ടി പ്ലസ് വി ആണെന്ന് പറഞ്ഞു. കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയിരിക്കുന്നത് നോക്കിയേ. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ഇത് കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? എന്താ, പി ഡോട്ട് പി ബൈ 2m. അതെന്താ പരിപാടി? ഞാനിവിടേക്ക് മാറ്റി എഴുതാം, p²/2m. ഇത് കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ അല്ലേ? കൈനറ്റിക് എനർജി പണ്ട് സ്കൂളിൽ പഠിക്കുന്ന ഇക്വേഷനാണ്. എന്താ, ഹാഫ് mv². ഹാഫ് mv²ൻ്റെ മറ്റൊരു രൂപമാണ് ഹാഫ് p²/m. മൊമെൻറ്റത്തിൻ്റെ ടേമിൽ അതാണ് ഇത്, p²/2m, ഹാഫ് p²/m. p²/2m എന്നുള്ളത് p ഡോട്ട് p ബൈ 2m എന്ന് എഴുതിയിരിക്കുക. p മൊമെൻറ്റം ഓപ്പറേറ്റർ. p എന്ന് പറയുന്ന മൊമെൻറ്റം ഓപ്പറേറ്ററാണ്. മൊമെൻറ്റം ഓപ്പറേറ്റർ എന്ന് പറയുന്ന ടേമാണ്. h എന്ന് പറയുന്ന ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ പോലെ മൊമെൻറ്റം ഓപ്പറേറ്റർ. ദിസ് ഈസ് മൊമെൻറ്റം ഓപ്പറേറ്റർ. നോക്കി, പുതിയൊരു ഓപ്പറേറ്ററും പുതിയതൊന്നുമല്ല, ഇയാളെ കൂടെ ഒന്ന് പരിചയപ്പെടുക ഓപ്പറേറ്റർ എന്നുള്ള പേരിൽ. ദിസ് ഈസ് മൊമെൻറ്റം ഓപ്പറേറ്റർ. എന്താ, h കട്ട്, h ക്യാപ്പ് അല്ല, ഇത് h കട്ടാ, മുകളിലൊരു കട്ട്, എച്ചിന് മുകളിലൊരു വെട്ട്. ഓക്കെ, എന്താ, റെഡ്യൂസ്ഡ് പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്. h കട്ട് എന്ന് പറഞ്ഞാൽ റെഡ്യൂസ്ഡ് പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്. h എന്ന് പറഞ്ഞാൽ പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്, h കട്ട് എന്താ, റെഡ്യൂസ്ഡ് പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്. സോ മൈനസ് h കട്ട് del/del x. ഇതാണ് p മൊമെൻറ്റം ഓപ്പറേറ്റർ. അതായത് ഇത് ഈ മൊമെൻറ്റം ഓപ്പറേറ്റർ വെച്ചിട്ട് ഒരു ഫംഗ്ഷനെ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്, -ih കൊണ്ട് ഗുണിച്ചിട്ട് del/del x ചെയ്യുക, പാർഷ്യൽ ഡിഫറൻഷിയേഷൻ ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോൾ ഇവിടെ വരുന്ന ടേം ഇങ്ങനെ ആലോചിച്ച് നോക്കി, ഇത് x² ആണെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റീവ് കാണുമ്പോൾ നമുക്ക് 2x കിട്ടും. 2x ഇൻറ്റു -ih, അതാണ് മൊമെൻറ്റം ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ. x² പകരം x³ x+y ഏത് മാത്തമാറ്റിക്കൽ ഫംഗ്ഷനും വരാം, വേണമെങ്കിൽ സൈയും വരാം. പക്ഷേ സൈ ചെയ്യേണ്ട ആവശ്യമില്ല മൊമെൻറ്റം ഓപ്പറേറ്ററിൻ്റെ കൂടെ. ഓക്കെ, ഈ മൊമെൻറ്റം ഓപ്പറേറ്ററാണ് ഇത്. ആ 2 തവണ മൊമെൻറ്റം ഓപ്പറേറ്റർ വന്നു. നോക്കൂ, 2 തവണ മൊമെൻറ്റം ഓപ്പറേറ്റർ വന്നു. അപ്പോൾ എന്ത് കിട്ടും? ഇത് 2 തവണ വരും. ഇത് 2 തവണ വന്നാൽ -i ഇൻറ്റു -i വരും അല്ലേ? മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ടേം 2 തവണ വന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ -i ഇൻറ്റു -i എന്താ വരുന്നത്? -i എന്ന് പറഞ്ഞാൽ i എന്ന് പറഞ്ഞാൽ √(-1) അത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ -1 വരും. -1നും ഈ മൈനസും കൂടെ വന്നാൽ എന്ത് സംഭവിക്കും? പ്ലസ് ആയി പോവും. ഓക്കെ അല്ലേ? ആ ടേം പ്ലസ് ആയി പോവും. 2 മൈനസ് വരും അല്ലേ? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതിൻ്റെ മൈനസും അടുത്തതിൻ്റെ മൈനസും വരും. അപ്പോൾ ഒരു മൈനസ് ബാക്കി വരും. ഈ i അങ്ങ് ഒഴിവായി പോവും. i അങ്ങ് ഒഴിവായി പോവും. 1 ഇൻറ്റു 1 എന്ന് പറഞ്ഞിട്ട് i അങ്ങ് ഒഴിവായി പോവും. h ഇൻറ്റു h² വരും. del/del x ഇൻറ്റു del/del x del²/del x² വരും. അതായത് ഇതിൻ്റെ സ്ക്വയർ ടേം വരും. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് p ഡോട്ട് p ചെയ്യുമ്പോൾ ഇതങ്ങ് സ്ക്വയർ ആവും, ബൈ 2m വരും. അതാണ് ഈ എഴുതിയിരിക്കുന്നത്. ഇവിടെ നോക്കിയേ, ഫസ്റ്റ് ടേം എന്താ, p ഡോട്ട് p ബൈ 2m ആണ് ഇത്. h ഇൻറ്റു h² i ഒഴിവായി പോയി, മൈനസ് ഇവിടെ ഉണ്ട്. പിന്നെ 2m താഴെയുള്ള 2m ഏതാ, ഇവിടെ ഈ 2m ഇവിടെ ഉണ്ട്. del/del xൻ്റെ സ്ക്വയർ del²/del x². ഇത്രയും ഫസ്റ്റ് ടേം കൈനറ്റിക് എനർജിയുടെ ഓപ്പറേറ്റർ. ഹാമിൽട്ടോണിയനിൽ കൈനറ്റിക് എനർജിയുടെ ഓപ്പറേറ്റർ. ഇത് എക്സ്പാൻഡ് ചെയ്തതാണ് ഇത്. ഇനി ഇതെന്താ പൊട്ടൻഷ്യൽ എനർജിയുടെ ഓപ്പറേറ്റർ. അത് V(r(t) എന്ന് എഴുതിയിട്ടുണ്ട്. r എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറലൈസ്ഡ് കോർഡിനേറ്റാണ്. r എന്ന് പറഞ്ഞാൽ എക്സും വൈയും സെഡും എല്ലാം അതിൽ ഉൾപ്പെടും. ഒരു 3 ഡയമെൻഷണൽ സ്പേസിൽ എക്സും വൈയും സെഡും എല്ലാം ഉൾപ്പെടുന്നതാണ് r. ആൻഡ് ടൈം, ആറിലും ടൈമിലും ഡിഫൈൻ ചെയ്ത പൊട്ടൻഷ്യൽ എനർജി ഓപ്പറേറ്ററാണിത്. ഓക്കെ, അത് ഇങ്ങോട്ട് എടുത്തപ്പോൾ എക്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇവിടെ എക്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ. എഴുതാൻ എളുപ്പത്തിന് എക്സ് മാത്രം എടുത്തത്. പക്ഷേ ഇത് എക്സ് മാത്രമാണെന്ന് തെറ്റിദ്ധരിക്കരുത്. എക്സ് ഡയറക്ഷനിൽ മാത്രമുള്ള ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്ററാണ് ഇത്. ഇത് എക്സ് ഡയറക്ഷനിൽ മാത്രമല്ല, എക്സ് വൈ സെഡ് 3ലും ഉണ്ട്. ഓക്കെ, ഇത് കോർഡിനേറ്റ്സ് 3 കോർഡിനേറ്റ്സിലും സ്പേസിലാണ് ഇലക്ട്രോൺ കറങ്ങുന്നത്. ക്വാണ്ടം പാർട്ടിക്കിൾ കറങ്ങുന്നത് സ്പേസിലാണ്. അപ്പോൾ ഇത് ശരിക്ക് ഇലാബറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കുള്ള ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ -h² ഡിവൈഡഡ് ബൈ 2m. ഈ del²/del x² എന്ന് മാത്രമല്ല, del²/del x² പ്ലസ് del²/del y² പ്ലസ് del²/del z² 3 വരും. പ്ലസ് ഇനി പൊട്ടൻഷ്യൽ എനർജി പ്ലസ് V(r) വരും. V(x) അല്ല, V(r). ആറിൽ 3 പേരുണ്ട്, എക്സും വൈയും സെഡും ഉണ്ട്. ഓക്കെ ആണോ? അപ്പോൾ ഇതിനെ മൊത്തം നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും,
ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ഡെൽറ്റ സ്ക്വയർ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ആ ഒരു ടേം അത്രയും നീട്ടി എഴുതുന്നത് ചുരുക്കി ഇങ്ങനെ ഒരു സിമ്പിൾ സ്ക്വയർ എന്ന് എഴുതിയാൽ അത് 3 ഡയമെൻഷൻ്റെ സ്ക്വയറാണ്. ഇത്രയും വലിയൊരു ഓപ്പറേറ്ററാണ് എന്തിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത്? സൈയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത്. 3 ഡയമെൻഷണൽ എനർജി ഓപ്പറേറ്ററാണ്. 3 ഡയമെൻഷനിലുമുള്ള കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി ഓപ്പറേഷനാണ് എന്തിന് മുകളിൽ ചെയ്യുന്നത്? സൈയുടെ മുകളിൽ ചെയ്യുന്നത്. ഐഡിയ മനസ്സിലായോ? അതായത് എച്ച് സൈ എന്ന് എഴുതുമ്പോൾ ആ എച്ച് ഇതാണ്, ഇത്രയുമല്ല, ഇത്രയും നീളത്തിലുള്ള, അതായത് 3 ഡയമെൻഷനിലുള്ള എച്ച് ആണ് എന്തിന് മുകളിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത്? സൈയുടെ മുകളിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ എഴുതിയ ഈ ഫംഗ്ഷനും ഈ താഴെ എഴുതിയതിലൊന്നും ടൈം എഴുതിയിട്ടില്ല. ടൈം ഇല്ലെങ്കിൽ ടൈം ഇൻഡിപെൻഡൻറ്റ് ഇക്വേഷൻ, ടൈം ഇല്ലെങ്കിൽ ടൈം ഇൻഡിപെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ. ഇതുപോലെ ടൈം ഉണ്ടെങ്കിൽ ടൈം ഡിപ്പെൻഡൻറ്റ് ഇക്വേഷൻ. ഓക്കെ, എച്ച് സൈ ഇസ് ഈക്വൽ ടു ഐ എച്ച് കട്ട് ഡെൽ ബൈ ഡെൽ ടി. ടൈം വന്നു, സൈ അല്ല, ഇതാണ് ഓപ്പറേറ്റർ, ഇതാണ് എച്ച്, ഇതാണ് എച്ച്. അതിൽ ടൈം വരുന്നുണ്ടെങ്കിൽ ടൈം ഡിപ്പെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ. ഇതാണ് നമ്മൾ പഠിക്കുന്ന പരിപാടി. ബേസാണ് നമ്മൾ വീണ്ടും പറയുന്നത്. എച്ച് എന്താ എന്നുള്ളത് മനസ്സിലാക്കിയിട്ട്, ഇത് മനസ്സിലാക്കാതെ ക്വാണ്ടം മെക്കാനിക്സിലേക്ക് കയറാൻ പറ്റില്ല. എച്ച് എന്താ? ഓപ്പറേറ്റർ. ഏതാ? ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ. എന്താണത്? ടോട്ടൽ എനർജി. ഹാമിൽട്ടോണിയൻ ടോട്ടൽ എനർജി, കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. എങ്ങനെ എഴുതും നമുക്ക്? കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ മൊമെൻറ്റം വരുന്നത് ½ p²/m. പി എന്താ? മൊമെൻറ്റം ഓപ്പറേറ്റർ. എന്താ മൊമെൻറ്റം ഓപ്പറേറ്റർ? ആലോചിച്ച് നോക്കി. -i h കട്ട് ഡെൽ ബൈ ഡെൽ എക്സ്. p ചെയ്യുമ്പോൾ അത് സ്ക്വയർ ആവും. അതാണത്. അത് 3 ഡയമെൻഷനിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എക്സും വൈയും സെറ്റും വേണ്ടി വരും. പൊട്ടൻഷ്യൽ എനർജി ഓപ്പറേറ്റർ V ഓഫ് R. ഇത് രണ്ടും കൂടെ ചേർന്നാണ് ടോട്ടൽ എനർജി. അതാണ് ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ. ഐഡിയ ക്ലിയർ അല്ലേ? ഇത് മനസ്സിലാക്കിയിട്ടേ ക്വാണ്ടം മെക്കാനിക്സിൽ മുന്നോട്ട് പോകാൻ പറ്റൂ. ഹിയർ വി ഹാവ് അനദർ ക്വസ്റ്റ്യൻ. മൊമെൻറ്റം ഓപ്പറേറ്റർ P. നമുക്കറിയാവുന്ന ഇക്വേഷൻ ഇപ്പോൾ നമ്മൾ കണ്ടത് -i h കട്ട് d/dx. ഡോ/x എന്ന് വായിച്ചാൽ മതി. ഓപ്പറേറ്റ്സ് ഓൺ സൈ ഈക്വൽ ടു. മൊമെൻറ്റം ഓപ്പറേറ്റർ ഈ ഫംഗ്ഷനിൽ ഓപ്പറേറ്റ് ചെയ്യുന്നു. ഇതാണ് ഇവിടുത്തെ സൈ. e റൈസ് ടു ikx. വാട്ട് ഈസ് ദ റിസൾട്ട്? സിമ്പിൾ ക്വസ്റ്റ്യനാണ്. ഇത് ഇപ്പോൾ മനസ്സിലാക്കിയത് കൊണ്ട് സിമ്പിൾ ക്വസ്റ്റ്യനാണ്. നമ്മൾ ചെയ്യുവാണ്. ഫംഗ്ഷൻ സൈ എന്താ? e റൈസ് ടു ikx. എന്ത് ചെയ്യണം? മൊമെൻറ്റം ഓപ്പറേറ്റ് ചെയ്യണം. അതായത് നമ്മൾ എന്ത് ചെയ്യണം? പി സൈ ചെയ്യണം. പി സൈ മൊമെൻറ്റം ഓപ്പറേറ്റ് ചെയ്യണം സൈയിൽ. പി എന്താ? -i h കട്ട് ഡോ/x ഓഫ് e റൈസ് ടു ikx. എങ്ങനെ സോൾവ് ചെയ്യും? എന്താ ഓപ്പറേറ്റ് ചെയ്യേണ്ട? ഡോ/x e റൈസ് ടു ikx ചെയ്യുക, ഡെറിവേറ്റീവ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു എക്സ്. e റൈസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? e റൈസ് ടു എക്സ്. അപ്പോൾ e റൈസ് ടു ikxൻ്റെ ഡെറിവേറ്റീവ് എന്താ? e റൈസ് ടു ikx. അപ്പോൾ റിസൾട്ട് വരുന്നു -i h കട്ട് അവിടെ നിൽക്കട്ടെ. ഇനി ഡോ/x ഓഫ് e റൈസ് ടു ikx എന്താണ്? e റൈസ് ടു ikx തന്നെ. പിന്നെ ഡിഫറൻഷിയേഷൻ്റെ റൂൾ അനുസരിച്ച് ഈ ടേമിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ ഇവിടേക്ക് എഴുതണം. ikxൻ്റെ ഡെറിവേറ്റീവ് എന്താ? ikxൻ്റെ ഡെറിവേറ്റീവ് ik അല്ലേ? എന്ത് കിട്ടും നോക്കി റിസൾട്ട്? i -1. ഇവിടെ ഒരു മൈനസും കൂടെ ഉണ്ട്. -1ഉം മൈനസും കൂടെ എന്തായിട്ട് പോവും? പ്ലസ് ആയിട്ട് പോവും. അപ്പോൾ അത്രയും ടേം ഒഴിവായി. -iയും ഈ ഐയും ഒഴിവായി. h ഉണ്ട്, k ഉണ്ട്. അപ്പോൾ h കട്ട് ഉണ്ട്, k ഉണ്ട്. അതവിടെ നിൽക്കട്ടെ. പിന്നെ e റൈസ് ടു ikx. വാട്ട് ഈസ് e റൈസ് ടു ikx? അതെന്താണെന്നാ തുടക്കത്തിലേ പറഞ്ഞ സൈ. സോ സൈ, ദിസ് ഈസ് അവർ ആൻസർ. ഓപ്ഷനിലില്ലേ? h കട്ട് k സൈ. ദിസ് വൺ, ഓപ്ഷൻ ഡി. അപ്പം ഇങ്ങനെയാ ചെയ്യുക. ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറഞ്ഞാൽ നേരെ അങ്ങ് എങ്ങോട്ട് കയറലല്ല, ഹൈഡ്രജൻ ആറ്റത്തിലേക്ക് അല്ലെങ്കിൽ ആറ്റത്തിൻ്റെ ഷ്രോഡിഞ്ചർ ഇക്വേഷനിലേക്ക് കയറലല്ല. ഈ ബേസൊക്കെ നമുക്ക് വേണം. ഒരു ഓപ്പറേറ്റർ എന്ത് ചെയ്യുന്നു, ആ ഓപ്പറേറ്റർ വെച്ചിട്ട് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാം, മൊമെൻറ്റം ഓപ്പറേറ്റർ അറിയണം, എന്നിട്ടേ ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ അറിയേണ്ട കാര്യമുള്ളൂ. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ആൻ eigen ഫംഗ്ഷൻ ഓഫ് ദ ഡെറിവേറ്റീവ് ഓപ്പറേറ്റർ d/dx? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. തന്നിരിക്കുന്നതിൽ d/dxൻ്റെ eigen ഫംഗ്ഷൻ അല്ലാത്തത് ഏത്? d/dx ഓപ്പറേറ്ററിൻ്റെ eigen ഫംഗ്ഷൻ അല്ലാത്തത് ഏത് എന്നാണ്. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ച eigen വാല്യൂ eigen ഫംഗ്ഷൻ കൺസെപ്റ്റ് അനുസരിച്ച് d/dx എന്ന് പറയുന്ന ഓപ്പറേറ്റർ കൊണ്ട്
ഒരു ഫംഗ്ഷനെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്താൽ അതേ ഫംഗ്ഷൻ റീപ്രൊഡ്യൂസ് ആവണം എങ്കിലാണ് ഈഗൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അത് ഏതല്ല എന്നാണ് ചോദിച്ചിരിക്കുന്നത് നമ്മളോട്. ഓരോന്നും നോക്കുക. ഇ റൈസ് ടു എക്സ്, ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റൈസ് ടു എക്സ്, എന്താ റിസൾട്ട്? ഇ റൈസ് ടു എക്സ്. സെയിം റീപ്രൊഡ്യൂസ് ആയില്ലേ? ഈഗൻ ഫംഗ്ഷനാ. ഇതിലെ ഈഗൻ വാല്യൂ എത്രയാ? ആലോചിച്ചിട്ട് പറഞ്ഞു. ഇതിലെ ഈഗൻ വാല്യൂ എത്രയാ? ഇ റൈസ് ടു എക്സിൻ്റെ കൂടെയുള്ള കോൺസ്റ്റന്റ് 1. 1 is the eigenvalue, e raised to x is the eigenfunction, d by dx is the operator. Second one, e raised to minus x. എന്ത് ചെയ്യും? d by dx of e raised to minus x. എന്ത് കിട്ടും? e raised to minus x into minus 1. മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് -1, അപ്പോൾ ഒരു മൈനസും വരും. ഇതാ റിസൾട്ട്. e raised to x, e raised to minus x റീപ്രൊഡ്യൂസ് ആയില്ലേ? അപ്പോൾ ഇതും ഈഗൻ ഫംഗ്ഷനാണ്. e raised to minus x is ഈഗൻ ഫംഗ്ഷൻ ഓഫ് d by dx. കൂടെ ഏതാണ് ഈഗൻ വാല്യൂ? -1. ഒരു മൈനസ് കൂടെ വരുന്നുണ്ട്, അപ്പോൾ -1 ആണ് ഇവിടുത്തെ ഈഗൻ വാല്യൂ. ഓക്കെ അല്ലേ? അപ്പോൾ ചോദ്യം ചിലപ്പോൾ ഈഗൻ വാല്യൂ ചോദിച്ചാൽ -1 ആണ്. ഈ ഫംഗ്ഷൻ തന്നിട്ട് ഈ ഇ റൈസ് ടു മൈനസ് എക്സ് തന്നിട്ട് ഡി ബൈ ഡി എക്സ് കൊണ്ട് ഓപ്പറേറ്റ് ചെയ്താൽ ഈഗൻ വാല്യൂ എത്ര എന്ന് ചോദിച്ചാൽ -1 ആണ്. അടുത്തത് പറയൂ. എക്സ് സ്ക്വയർ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ, എന്താ ആൻസർ? 2x. എക്സ് സ്ക്വയർ റീപ്രൊഡ്യൂസ് ആയോ? ഇല്ല, എക്സ് ആണ് കിട്ടിയത്. സോ ഇതെന്തല്ല? ഈഗൻ ഫംഗ്ഷൻ അല്ല. എക്സ് സ്ക്വയർ ഈഗൻ ഫംഗ്ഷൻ അല്ല. സോ ദിസ് ഈസ് അവർ ആൻസർ. ഇനി വേണേ അടുത്തതുകൂടെ ചെക്ക് ചെയ്ത് നോക്കാം. ഇ റൈസ് ടു 2x, ഇ റൈസ് ടു 2x, ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റൈസ് ടു 2x എന്ത് കിട്ടും? ഇ റൈസ് ടു 2x ഇൻറ്റു 2xൻ്റെ ഡെറിവേറ്റീവ് 2, അപ്പോൾ 2 വരും കൂടെ. 2 ഇ റൈസ് ടു 2x. ഇ റൈസ് ടു 2x റീപ്രൊഡ്യൂസ് ആയില്ലേ? ഈഗൻ ഫംഗ്ഷൻ ആണ് ഇ റൈസ് ടു 2x. ഈഗൻ വാല്യൂ എത്രയാ? കൂടെയുള്ളത് 2. സോ ഇതും ഈഗൻ ഫംഗ്ഷനാ, ഇതും ഈഗൻ ഫംഗ്ഷനാ, ഇതും ഈഗൻ ഫംഗ്ഷനാ, ഇതും ഈഗൻ ഫംഗ്ഷനാ. ദിസ് ഈസ് അവർ ആൻസർ. എക്സ് സ്ക്വയർ. ഐഡിയ ക്ലിയർ അല്ലേ? ഈഗൻ ഫംഗ്ഷൻ, ഈഗൻ വാല്യൂ. ഇനി മാറിപ്പോവരുത്. നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിലേക്ക് കയറിയതേ ഉള്ളൂ. ഇതാണ് ബേസ്. എന്തിന് എച്ച് ക്യാപ്പ്, എന്തിന് സൈ, എന്തിന് ഓപ്പറേറ്റ് ചെയ്യണം. ഇനി ആ ഓപ്പറേഷൻ ചെയ്ത് സൈയെ ഓപ്പറേറ്റ് ചെയ്ത് സൈയുടെ ഇലാബറേറ്റഡ് ഇക്വേഷൻ എഴുതി ആ ഇക്വേഷനെ നമ്മൾ പോളാർ കോർഡിനേറ്റ്സിലേക്ക്, സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റ്സിലേക്ക് കൺവേർട്ട് ചെയ്ത്, ഇപ്പോൾ XYZ കോർഡിനേറ്റിലാണ് നമ്മൾ ആ ഇക്വേഷൻ കണ്ടത്. അതിനെ നമ്മൾ പോളാർ കോർഡിനേറ്റ്സിലേക്ക് കൺവേർട്ട് ചെയ്യും. അതായത് സൈ എന്ന് പറയുന്ന ഇക്വേഷൻ XYZ നമുക്ക് കിട്ടുക. ഇതിനെ നമ്മൾ സൈ എന്ന് പറയുന്ന ഇക്വേഷനെ നമ്മൾ r θ φയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. r θ φ പോളാർ കോർഡിനേറ്റ്സാണ്, സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റ്സാണ്. അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. എന്നിട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് റേഡിയൽ ആൻഡ് ആംഗുലാർ ആക്കി മാറ്റി. റേഡിയൽ ആൻഡ് ആംഗുലാർ ഇതെന്ന് തന്നെ പറയാം. സൈ ഓഫ് ആർ എന്ന് പറഞ്ഞാൽ റേഡിയലാ, പ്ലസ് സൈ ഓഫ് തീറ്റ ആൻഡ് ഫൈ ഇത് ആംഗുലാറാ. കാരണം റേഡിയസ് മാത്രം വരുന്നത് റേഡിയൽ ആർ, ആംഗിൾസ് ആണ് രണ്ടും, തീറ്റയും ഫൈയും. ഇത് ആംഗുലാർ. സ്പ്ലിറ്റ് ചെയ്ത് പിന്നെ വീണ്ടും യോജിപ്പിച്ച് പിന്നെ നമ്മൾ അതിൽ നിന്ന് സൈ സ്ക്വയർ കണ്ടുപിടിച്ച് സൈ സ്ക്വയർ എന്താ? സൈ സ്ക്വയർ പ്രോബബിലിറ്റി ഡെൻസിറ്റി. സൈ സ്ക്വയർ കിട്ടിയാലാണ് നമുക്ക് ആ പാർട്ടിക്കിൾ സഞ്ചരിക്കുന്ന പാതയുടെ ഷേപ്പ് കിട്ടുക. ഇത്രയും ചെയ്യുന്നതാണ് ക്വാണ്ടം മെക്കാനിക്സിലെ ഷ്രോഡിഞ്ചർ ഓപ്പറേഷൻ, ഷ്രോഡിഞ്ചർ ഇക്വേഷൻ്റെ ഓപ്പറേഷൻ. അത് നമ്മൾ ഹൈഡ്രജൻ ആറ്റത്തിൽ ചെയ്ത് പഠിക്കും, മറ്റു പല പാർട്ടിക്കിൾ ഇൻ എ ബോക്സിൽ ചെയ്ത് പഠിക്കും. ഇതൊക്കെ പഠിച്ച് കയറിയാണ് നമ്മൾ ക്വാണ്ടം മെക്കാനിക്സ് പഠിക്കുക. ക്വാണ്ടം മെക്കാനിക്സ് ഇപ്പോൾ പറഞ്ഞത് കേട്ടത് വെച്ച് ബുദ്ധിമുട്ടാണോ നിങ്ങൾ പറയൂ? ഈ ബേസ് ക്ലിയർ ആവാത്തപ്പോഴാണ് നമുക്ക് ക്വാണ്ടം മെക്കാനിക്സിലേക്ക് നോക്കിയാൽ തല കറങ്ങുന്നത്. സ്റ്റിൽ ഐ ആം ടെല്ലിങ് യു, നോബഡി നോസ് ക്വാണ്ടം മെക്കാനിക്സ്. നമുക്കും അറിയില്ല, എനിക്കും അറിയില്ല, നിങ്ങൾക്കും അറിയില്ല. ക്വാണ്ടം മെക്കാനിക്സ് ഐൻസ്റ്റീനും അറിയില്ല. കാരണം അത് അറിഞ്ഞ് തീരില്ല. ബിക്കോസ് ഇറ്റ് ഈസ് ഓൾവേസ് അൺസെർട്ടൈൻ. ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ബേസ് തന്നെ അൺസെർട്ടൈൻ ആണ്. ഇത്തരത്തിൽ ചോദ്യങ്ങളിലൂടെ കടന്നുപോയി കൺസെപ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന രീതിയാണ് എൻട്രിയുടെ HSST കോഴ്സ്. HSST ഫിസിക്സിനും കെമിസ്ട്രിക്കും ഒക്കെ ആവശ്യമുള്ള ക്വാണ്ടം മെക്കാനിക്സ് ഉണ്ട്. എല്ലാ ടോപ്പിക്കുകളും എൻട്രിയിലെ അധ്യാപകരുടെ നേതൃത്വത്തിൽ ഇതുപോലെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് വി വെൽക്കം യു ഓൾ ടു ദി HSST ബാച്ച്. ഡീറ്റെയിൽസ് താഴെ ലിങ്കിലുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ മെൻറ്റേഴ്സിനെ കോൺടാക്റ്റ് ചെയ്യാം, ഒഫീഷ്യൽസിനെ കോൺടാക്റ്റ് ചെയ്യാം. വീണ്ടും കാണാം. ദിസ് ഇസ് സന്തോഷ് സേതുമാധവൻ സൈനിങ് ഓഫ് ദിസ് ടൈം ഓൺ ബിഹാഫ് ഓഫ് എൻട്രി. താങ്ക് യു വെരി മച്ച്.